ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വർക്കിംഗ് ഡേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് ഓഫീസുണ്ട്, സ്കൂളുള്ള ദിവസമാണ്. അപ്പം ഞാനിപ്പം കുറച്ച് നാളായിട്ട് ഓഫീസിൽ പോയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം ആയിരുന്നു കുറേ നാൾ. ഇപ്പം ഓഫീസിൽ ഒരു സ്റ്റാഫ് ഇങ്ങനെ എമർജൻസിക്ക് പോയതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പോകുന്നുണ്ടെന്നേ ഉള്ളൂ. രാവിലെ ഒരു 8:30 ആകുമ്പോൾ ഇറങ്ങും. പിന്നെ 1 മണി വരെയാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഒരു 1:30 ആകുമ്പം തിരിച്ച് വീട്ടിലെത്തും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പലതരം ബ്രേക്ക്ഫാസ്റ്റാണ്, ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച്. എന്ന് വെച്ചാൽ ഒരുപാട് മെനക്കെടുള്ള പണിയൊന്നുമല്ല, എന്നാലും ഇപ്പോൾ രാവിലെ ഇന്ന് മോന് നൂഡിൽസാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നൂഡിൽസ് വെച്ചാൽ എനിക്ക് വളരെ എളുപ്പമുള്ളൊരു സംഭവം. കാരണം എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾ അരിയിലൊന്നും വേണ്ട, അവന് വെറുതെ നൂഡിൽസ് ഇങ്ങനെ പുഴുങ്ങി കൊടുത്താൽ മതി. എഗ്ഗ് ചിലപ്പം ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തിട്ടിടും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതിന് വലിയ പണിയൊന്നുമില്ല. പിന്നെ ഇതിങ്ങനെ നുറുക്കി കളയുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെ അതിൻ്റെ ആ നീളത്തോടു കൂടി തന്നെ ഇടണം. അങ്ങനെ ഞാനത് ആദ്യം തന്നെ ഉണ്ടാക്കുകയാണ് അവനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും കോൺഫ്ലെക്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അങ്ങനെ അപ്പം ഞാനിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വിചാരിക്കുന്നത്. കുറേ നാളായി ഉപ്പുമാവ് കഴിക്കാനൊരു മോഹം. അപ്പോൾ ഞാനിങ്ങനെ കുറേ വെജിറ്റബിൾ ഇടും കേട്ടോ. കുറച്ച് റവ കുറച്ചെടുത്തിട്ട് കുറച്ചധികം വെജിറ്റബിൾ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കോളിഫ്ലവർ ഇടും ഞാൻ. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ കട്ട് ചെയ്ത് നല്ല ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുറച്ച് നേരം വെക്കും. അങ്ങനെ ആകുമ്പോൾ ആ കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് വേവുകയും ചെയ്യും. പിന്നെ അതിലെന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യുമല്ലോ. അങ്ങനെ അതിന് വേണ്ടി അങ്ങനെ ആക്കി വെക്കുന്നതാണ്. ഞാൻ കോളിഫ്ലവർ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബോക്സിലാക്കി വെക്കുക ചെയ്യാം. 2 ബോക്സിൽ, ഇപ്പോൾ വലിയ കോളിഫ്ലവർ ആണ് 2-3 ബോക്സ് വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ആക്കി വെക്കും. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. മറ്റേത് ആ സമയത്ത് ഇനി അത് കട്ട് ചെയ്തെടുക്കണ്ടേന്നൊക്കെ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ മടിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ കോളിഫ്ലവറും ബ്രോക്കോളിയൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ രാജേട്ടൻ നിന്ന് ഇത് മുസല്ലയാണ്, ഈ റോൾഡ് ഓട്സും പിന്നെ കുറേ നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ അത് ആൽമണ്ട് മിൽക്കിലാണ് കഴിക്കുക, സാധാ മിൽക്കിലല്ല. ആൽമണ്ട് മിൽക്കിൽ ഇത് ഇട്ടിട്ട് ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട. അതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ്. അപ്പോൾ ഞാനിതൊരു പഴവും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് ഉപ്പുമാവ് കഴിക്കാത്ത. അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിച്ചതാണ് റവ. കുറേ നാളായിട്ട് ഇവിടെ ഇല്ലായിരുന്നു റവ. അപ്പോൾ അതിപ്പോൾ ഒരു ആഗ്രഹമാണല്ലോ നമുക്ക് കുറേ നാൾ കഴിക്കാതിരിക്കുന്നു ഇപ്പോൾ ഒരു സാധനം കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇപ്പം ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ട് വേണമല്ലോ പോകാനായിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് കേദാർ ഫിഷ് എന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോ കാണുന്നൊരു കറി, ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്നൊരു ഫിഷായിരുന്നത്. മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ആ സമയത്ത് അടുക്കളയിൽ കുറേ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ഇപ്പം ഞാൻ അന്നേരം പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെക്കും കേട്ടോ. അതിലെനിക്ക് മെയിൻ മോട്ടിവേഷൻ എൻ്റെ അനിയത്തിയാണ്. അവളതുപോലെ എപ്പോഴും കറക്റ്റായിട്ട് ചെയ്യും. അപ്പം അത് കണ്ടിപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫിഷ് ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് അതിനകത്തേക്ക് പിന്നെ ആ ഓയിലിനകത്ത് തന്നെ വെളിച്ചെണ്ണയാണ്, ആ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ കുറച്ച് ഉള്ളിയൊക്കെ വഴറ്റി മസാലയാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. നല്ല ഈ മറ്റേ ബിരിയാണി മസാല അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് അങ്ങനെയായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ കറി. ഇത് ഇൻഡസ് വാലിൻ്റെ ഒരു പിന്നെ പാത്രമാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ. എൻ്റെ അടുത്ത് കുറേ ഉണ്ട് ഇൻഡസ് വാലിൻ്റെ. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ അല്ലാതെ കാണിച്ചിരുന്നതാണ്. കുറേ പാത്രങ്ങളുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇൻഡസ് വാലിൻ്റെ 1-2 പാത്രങ്ങൾ കാണിച്ചിരുന്നില്ലേ. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് ആദ്യം എനിക്കത് പ്രൊമോഷനായിട്ട് അയച്ച് തന്നിരുന്നവർ. അപ്പോൾ അതിന് ശേഷം ശരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കുറേ ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞ് അവരൊക്കെ യൂസ് ചെയ്ത് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സാധനമായത്. പിന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. സൂപ്പ് ഉണ്ടാക്കുന്നൊരു പാത്രമാണിത്. സൂപ്പ് പോട്ടിൽ നിന്നാണ് പറഞ്ഞത്, പക്ഷേ സൂപ്പ് മാത്രമൊന്നുമല്ല, നമുക്ക് പാല് തിളപ്പിക്കാം, ചായ തിളപ്പിക്കാം, അങ്ങനെയുള്ളൊരു പാത്രമാണ്. അതേപോലെ തന്നെ നല്ല കട്ടിയുള്ള, ഇതിനൊരു നല്ലൊരു അടപ്പും ഉണ്ട്, സ്റ്റീലിൻ്റെ തന്നെ അടുപ്പിടിയൊക്കെ ആയിട്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാത്രം കേട്ടോ. അപ്പോൾ ഇതും ശരിക്കും ഇൻഡസ് വാലിൻ്റെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് പാത്രങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കാം, അല്ലെങ്കിൽ കുറേ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ആ ലിങ്ക് വെച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടെ കിട്ടും. അപ്പം ഞാനിതിൽ സൂപ്പാണ് ആദ്യം തന്നെ ഉണ്ടാക്കിയത്. സൂപ്പിൻ്റെ പാത്രമല്ല, അപ്പോൾ പിന്നെ അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. സൂപ്പ് എന്ന് വെച്ചാൽ ഞാൻ മറ്റേത് സാഷ വാങ്ങിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, നമുക്ക് അടിയിലൊന്നും പിടിക്കാണ്ട് നല്ല അടി കട്ടി ഉണ്ടാവും, അങ്ങനെയാണല്ലോ, അടിയിലൊന്നും പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല പാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതുപോലത്തെ പാത്രങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡസ് വാലിൻ്റെ പാത്രങ്ങൾ ഇപ്പം എല്ലാവരും അലുമിനിയൊക്കെ ഒഴിവാക്കി സ്റ്റീലൊക്കെ ആക്കി മാറ്റിയല്ലേ, ഇപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ ഒഴിവാക്കിയിട്ട്. അപ്പം വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി നോക്കാം കേട്ടോ. www.theindusvalley.in എന്നുള്ള വെബ്സൈറ്റിൽ പോവാം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കുന്ന സമയത്ത് അവിടെ ചെക്കൗട്ട് ചെയ്യുന്ന സമയം ഒരു കോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ബിന്ദു രാജേഷ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്ത ലിങ്ക് ഡയറക്റ്റ് പോയാൽ ഡയറക്റ്റ് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ അത് നമ്മൾ മീൻ കറിയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് ഏതൊക്കെ മസാല ഇടുന്നത് ഞാൻ പറയുന്നുണ്ട്. കണ്ട മസാലയൊക്കെ ഞാൻ കുറേശ്ശെ ഇടും. അതിൽ മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കുറച്ച് ബിരിയാണി മസാലയുണ്ട്, ഗരം മസാലയുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് വെച്ചാൽ ആ മസാല കരിഞ്ഞാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റീലാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കണം. പിന്നെ കുറച്ചിങ്ങനെ വെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ തക്കാളി ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ടോ അങ്ങനെ ആ ഒരു മോയ്സ്ചറൈസ് കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതിങ്ങനെ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് സിമ്മിലിട്ടിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ചെറിയ ബോക്സിലാക്കിയിട്ട് വെക്കുക. എന്നാൽ പിന്നെ ഇത് മാത്രം നോക്കിയാൽ മതിയല്ലോ എന്താ ബാലൻസ് ഉള്ളതെന്ന്, അല്ലാതെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ അവിടെ കയറ്റി വെക്കണ്ടല്ലോ. പിന്നെ ഇനി അത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഇന്നലെ വൈകുന്നേരം ഇട്ട കുറച്ച് ഡ്രസ്സുണ്ട്, അത് എടുത്ത് വെക്കാനുണ്ട്. പിന്നെ ഒരു ലോഡ് ഞാൻ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്, അത് പുറത്തിടാനുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മുരിങ്ങ മരം കാണിച്ചില്ലേ, ഞങ്ങൾ വീട്ടിന് നേരെ ബാക്കിലത്തെ. അപ്പോൾ അതിൻ്റെ മുകളിൽ കണ്ടോ ഇഷ്ടം പോലെ മുരിങ്ങക്ക ഇങ്ങനെ ഉണങ്ങി തൂങ്ങിക്കിടക്കുന്നത് കണ്ടോ. ഫുള്ള് ആരാ ഉപയോഗിക്കുക ഇത്രയൊക്കെ അധികം. ഞാൻ കുറേ എടുത്തുകൊണ്ട് വന്നിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെക്കും. അപ്പോൾ അതങ്ങനെ കേടുവരാതിരിക്കുമല്ലോ, കുറേ നാളിരിക്കും കേട്ടോ അങ്ങനെ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തന്നാണ്. പിന്നെ ഞാൻ വൈറ്റ് വെള്ളം മാത്രം ഒരുമിച്ച് വാഷ് ചെയ്തിട്ട് അതാണ് ഇപ്പോൾ പുറത്തേക്ക് ഇട്ടത്. അല്ലെങ്കിൽ കളറൊന്നും ഇടാൻ പറ്റില്ല, നല്ല വെയിലല്ലേ. അപ്പോൾ മീൻ കറി ഞാൻ മസാല തക്കാളിയൊക്കെ വെന്തതിന് ശേഷം ഞാൻ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത മീനിട്ടിട്ട് കുറച്ചും കൂടെ ഒന്ന് തിളപ്പിക്കണം. കാരണം ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇത്തിരി കൂടെ ഒന്ന് വേവണ്ടേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓഫീസിലൊക്കെ പോയി വന്നിട്ടാണ് പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുള്ളൂ. ചപ്പാത്തിയാണ് അധികവും. ഞങ്ങളിപ്പോൾ ചോറ് അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല, അധികം ചപ്പാത്തി തന്നെ ഉണ്ടാക്കാം. പിന്നെ വന്നതിന് ശേഷം ഇന്ന് മനു അവിടുന്ന് വരികയാണ്. മനു അവിടെ നാട്ടിൽ ഗ്വാളിയറിൽ ബിടെക്കിന് പഠിക്കുകയാണ്. ഇപ്പം സെക്കൻഡ് ഇയർ കഴിഞ്ഞു. അപ്പം 2 മാസം ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്ന് വരുന്ന ദിവസമാണ്. ഇന്നെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ അവൻ വീഡിയോ കോൾ വിളിക്കുകയാണ്, എയർപോർട്ടിലാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ കുറേ നേരം അവനോട് സംസാരിച്ച്. അപ്പോൾ ജൂജുവിനെ കണ്ടില്ലല്ലോ എന്ന് എന്നോട് ചോദിക്കേണ്ടിയിരുന്നേ. അവനിപ്പം നല്ല പഴയ കൊച്ചു കുട്ടിയൊന്നുമില്ല, നല്ല ഹൈറ്റൊക്കെ വെച്ച്, അവൻ അച്ഛനേക്കാളും ഹൈറ്റൊക്കെ വെച്ച് ഇപ്പോൾ ഒരു ബോളായിട്ടുള്ള കളിയാണ് വീട്ടിൻ്റെ അകത്ത്. ആ ബോളാണെങ്കിൽ ഇങ്ങനെ പുറമേ ഇങ്ങനെ തോല് പൊളിഞ്ഞ് കിടന്നിട്ട് എപ്പോഴും അവിടെ വൃത്തിയിടും. ഞാൻ വിചാരിക്കുന്നതായാലും കുഴപ്പമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതിലും ഭേദമല്ലേ കളിക്കുന്നതെന്ന് വിചാരിക്കും. പിന്നെ ഞങ്ങൾ വൈകിട്ട് നടക്കാൻ പോകട്ടോ. ഒരു 5:30 ആകുമ്പം 5:45 ആകുമ്പോൾ പോകും. പാർക്കിലാണ് പോവുക. അപ്പോൾ ഞാനും രാജേട്ടനും പിന്നെ എൻ്റെ അനിയത്തിയും വരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, അനിയത്തിനെ പറ്റി പറഞ്ഞില്ലേ. അവർ താമസിക്കുന്നത് ഞങ്ങൾ വീട്ടിൻ്റെ കുറച്ച് ഒരു ഇത്തിരി ഫ്രണ്ടിലോട്ട് വന്നാൽ ഈ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അതിൻ്റെ 2nd ഫ്ലോറിലാണ്. അപ്പോൾ അവൾ വരുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് മെസ്സേജ് അയക്കും. അപ്പോൾ ഇറങ്ങുമ്പോൾ മെസ്സേജ് അയക്കും. അപ്പോൾ അവൾ വരും. അപ്പോൾ ഞാനിങ്ങനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടതാട്ടോ. ഇപ്പോൾ വരാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം എന്നും വരും. വൈകിട്ടൊരു പിന്നെ 1.25 മണിക്കൂറൊക്കെ ഞങ്ങൾ നടക്കും. ഒരു 3 കിലോമീറ്റർ അത്രയും. അപ്പം നല്ല വെയിലാട്ടോ ആ സമയത്ത്. പാർക്കിൽ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ടാവും, കുറേ പേര് നടക്കുന്നുണ്ടാവും. നല്ലൊരു വൈബാണ് അവിടെ നടക്കാനായിട്ട്. ഇപ്പം വെയിലാണെങ്കിലും അവിടെ കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റും നല്ല സുഖമാണ് നടക്കാൻ. ഇവിടെ മെയിനായിട്ടുള്ള മരങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ആൽമരമുണ്ട്. ഇതിനകത്ത് കുറേ ആൽമരമുണ്ട്. പിന്നെ ഇതിൽ ആര്യവേപ്പിൻ്റെ മരമുണ്ട്. ആര്യവേപ്പൊക്കെ ശരിക്കും നല്ലതാണെന്നല്ല പറയാം. അതിൻ്റെ കാറ്റിന് ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റാണെന്നൊക്കെ പറയാം. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു വൈബാണ് ഇത് ഇവിടെ നടക്കുമ്പോൾ. അപ്പോൾ രാജേട്ടൻ കുറച്ച് സ്പീഡിൽ നടക്കും. ഞങ്ങളിങ്ങനെ വർത്തനൊക്കെ പറഞ്ഞ് എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം സ്പീഡിലൊക്കെ നടക്കും. അപ്പോൾ ഒരു 7,500 ഓൾമോസ്റ്റ് സ്റ്റെപ്സൊക്കെ ആയി. അല്ല, അത് മൊത്തത്തിലാട്ടോ നടക്കുക. ഇപ്പം പാർക്കിൽ നടന്നത് മാത്രമല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരിക്കും, വർത്തനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. പിന്നെ കുട്ടികൾ കളിക്കുന്നതൊക്കെ നോക്കി ഇത്തിരി നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് പിന്നെയാണ് തിരിച്ചു പോവാം. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഇത്തിരി സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓണാക്കി സന്ധ്യയാവും കേട്ടോ. അപ്പോൾ പിന്നെ ഇരുട്ടാവാൻ കുറച്ച് ലേറ്റ് ആവുമല്ലോ, 7 മണിയൊക്കെ കഴിയും നല്ല ഇരുട്ടാണെങ്കിൽ. പിന്നെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം എല്ലാവരും റെസ്റ്റ് എടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോകണം. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മനു വരുന്നുണ്ടെന്ന്. അപ്പോൾ എയർപോർട്ടിൽ പോകുന്ന വഴിയാണ് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചത്. എപ്പോഴും എയർപോർട്ട് മനുവിനെ പിക്ക് ചെയ്യാൻ പോകുമ്പം ഇവിടെ നിന്നാണ്, പിസ്സ ഹട്ടിൽ നിന്നാണ് അധികവും കഴിക്കുക. അപ്പോൾ എനിക്ക് പിസ്സ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ഷവർമ വാങ്ങിച്ച് കഴിച്ചു. തൊട്ടപ്പുറത്തൊരു ഷവർമ ഷോപ്പാണ്. എനിക്ക് ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അവിടെ നിന്ന് മനു വീഡിയോ കോൾ വിളിച്ച് ഫ്ലൈറ്റ് കയറിയിട്ട് വിളിച്ചാൽ ബോംബെ വഴിയാണ് വരിക. ഗ്വാളിയോറിൽ നിന്ന് ബോംബെയിൽ വന്നിട്ട് ബോംബെയിൽ കുറച്ച് സമയം ലേ ഓവറുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മസ്കറ്റ് ഫ്ലൈറ്റിൽ വരും. ഇവിടെ പിന്നെ മസ്കറ്റിലുള്ള വേറൊരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ അവൻ്റെ കൂടെ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വരിക. അപ്പം ഞങ്ങൾ പിന്നെ ഇറങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ ഫ്ലൈറ്റ് ഡിലേ ആണെന്നുള്ള മെസ്സേജ് വന്നിരുന്നേ. അപ്പോൾ ഇത് നമ്മളെ ഈ ഇതിൻ്റെ പാകിസ്ഥാൻ പ്രശ്നത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇപ്പം 6-ാം തീയതിയാണ് ആയിരുന്നു അവൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ കുറച്ച് തട്ടക്കുള്ള സമയത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ ഫ്ലൈറ്റ് ഇങ്ങനെ ഡിലേ ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കുറേ എനിക്കൊന്ന് 2-2.5 മണിക്കൂർ ഡിലേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചോദിച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ പതുക്കെ അവിടെ ഇവിടെയൊക്കെ നിർത്തി. കാരണം എയർപോർട്ടിനകത്ത് കയറി കഴിഞ്ഞ് പിന്നെ 1 അവറിന് നല്ല പൈസ കൊടുക്കണം. ഓരോ മണിക്കൂറിലും പാർക്കിംഗ് ചാർജ് ഉണ്ട്, നല്ല ചാർജാണ്. അപ്പോൾ ഞങ്ങൾ വെച്ച് വെറുതെ അവിടെ കൊടുക്കണ്ടല്ലോ, അങ്ങനെ പതുക്കെ നിർത്തിയാണ് വന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റില്ലോ ഫ്ലൈറ്റ്. അപ്പം എത്താനാകുമ്പോഴത്തേക്കും വന്നാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പതുക്കെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അത് എയർപോർട്ടിലേക്ക് ഇപ്പം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിലോട്ട് വന്നതാണ്.
അപ്പോൾ ഞാൻ വെറുതെ എയർപോർട്ടിൽ നിന്ന് കാണിച്ചു തരുന്ന കേട്ടോ. കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിച്ചതാണ്. ഇത് പണ്ടത്തെ എയർപോർട്ടല്ല കേട്ടോ, ഇതിപ്പോൾ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത്, കുറച്ചും കൂടെ എന്നല്ല നന്നായിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള ഇതാണ്. പണ്ടെന്ന് വെച്ചാൽ ഞാനിവിടെ വന്നത് 2004 ആ സമയത്ത് ചെറിയൊരു എയർപോർട്ടായിരുന്നേ. ചെറുതെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ്, പക്ഷേ എന്നാലും ഇപ്പോഴത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിരുന്നു. പിന്നെ അതിന് ശേഷം ഇപ്പം കുറച്ച് വർഷങ്ങളായി ഇത് മോഡിഫൈ ചെയ്തിട്ട്. ഇപ്പം നല്ല അടിപൊളി എയർപോർട്ടാണ്, നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എയർപോർട്ട്. ആ ഒരു വൈബ് ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കാർഡ് എടുക്കണം. അപ്പോൾ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ എപ്പോഴാണോ എൻ്റർ ചെയ്യുന്നത് അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ കാർഡിനകത്ത് ടൈം, അങ്ങനെയാണ് അവർ ടൈം കണക്കാക്കുന്നത്, നമ്മൾ എൻ്റർ ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെടുത്ത് പൈസ എടുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അന്നെന്തോ ക്രിക്കറ്റ് കളി എന്തോ നടക്കുന്നുണ്ട്. അപ്പം ജോജു ഇങ്ങനെ, അല്ല ക്രിക്കറ്റല്ല, ഫുട്ബോളിൻ്റെ ഫാനാണ് അവൻ. അപ്പോൾ ഫുട്ബോൾ കളിക്കാരനാണ് ഇപ്പോൾ മെയിനായിട്ട്. അപ്പോൾ അത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇപ്പം ഇവിടെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അവരിങ്ങനെ വന്നിട്ട് ഈ കൺവെയർ ബെൽറ്റിലൂടെ ഇങ്ങനെ അവർ ലഗേജ് വരുന്നതും അവരെടുക്കുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കിക്കാം. അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളിങ്ങനെ കണ്ടു കുട്ടികൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം താഴെ വന്നിട്ട്, അവൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ല, അവൻ്റെ പാരൻസും ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ എപ്പോഴും വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ അവൻ പറയും നോക്കണ്ട. രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് മൈൻഡ് ചെയ്യാതിരിക്കും കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാം, ഞങ്ങളിവിടുന്ന് വീഡിയോ എടുക്കേണ്ട, അവർ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവർക്ക് ഇപ്പം സെക്കൻഡ് ഇയർ കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഇവനിങ്ങനെ ഇടയ്ക്ക് ഇപ്പം 1.5 മാസം കൂടുമ്പോൾ ഒരു 10 ദിവസമൊക്കെ ബ്രേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമാണ്, കാരണം ഭയങ്കരമായിട്ട് അങ്ങനെ മിസ്സിങ് ഫീൽ ചെയ്യില്ല. അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറയുന്നതൊക്കെ, വേറെ കോളേജിലൊക്കെ പഠിക്കുന്നവരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെക്കേഷൻ ഇല്ല, അവർക്ക് 4-5 മാസമൊക്കെ കണ്ടിന്യൂസ് ക്ലാസ് എന്നൊക്കെ പറയുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇതെന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മിസ്സിങ് ഫീൽ ചെയ്യില്ല. പിന്നെ ഇത്തിരി ഒരു 10 ദിവസമാണെങ്കിൽ അവൻ ഇങ്ങോട്ട് തന്നെ വരിക. നാട്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ അവിടുത്തെ അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ചാർജിനേക്കാളും ചീപ്പായിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് വിചാരിക്കും. പിന്നെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും 4:30 ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടുന്ന് 2-2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ട്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് സമയം കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഓഫീസിൽ പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ ഇത്രയും ലേറ്റ് ആയത് ഫ്ലൈറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.